നമസ്കാരം. ഭർത്താവിന്റെ സംസ്കാര ചടങ്ങിൽ സൺഗ്ലാസ് ധരിച്ച ലിനി റോയ്ക്കെതിരെ സൈബർ ആക്രമണം. മാക്സിയിട്ട് നെഞ്ചത്തടിച്ചു കരയണോ എന്നാണ് മറുചോദ്യമുയർന്നത്. പ്രമുഖ വ്യവസായി കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ CJ റോയുടെ വിയോഗത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ അദ്ദേഹത്തിന്റെ ഭാര്യ ലിനി റോയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപമുയരുകയാണ്. ബംഗളൂരുവിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്കിടെ ലിനി സൺഗ്ലാസ് ധരിച്ചതാണ് ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെയാണ് CJ റോയ് ജീവനൊടുക്കിയത്. മരണവിവരമറിഞ്ഞ് വിദേശത്തു നിന്നും എത്തിയതായിരുന്നു ഭാര്യയും മക്കളും. മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മക്കളുടെ കൈപിടിച്ച് സൺഗ്ലാസ് ധരിച്ചെത്തിയ ലിനിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് ഈ വിമർശനങ്ങൾ ഉയർന്നത്. ഭർത്താവ് മരിച്ചാലും കൂളിംഗ് ഗ്ലാസ് നിർബന്ധമാണോ, മരണവീട്ടിൽ പോലും ആഡംബരം കാണിക്കുകയാണോ എന്നിങ്ങനെയുള്ള കമന്റുകളാണ് വീഡിയോകൾക്ക് താഴെ നിറഞ്ഞത്. സൈബർ ആക്രമണം അതിരുവിട്ടതോടെ ലിനിയെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായി കറുത്ത വസ്ത്രവും സൺഗ്ലാസും ധരിക്കുന്നത് സാധാരണമാണെന്നും കരഞ്ഞു വീർത്ത കണ്ണുകൾ മറയ്ക്കാൻ വേണ്ടിയാകാം ഇതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. മാക്സിയിട്ട് നെഞ്ചത്തടിച്ചു കരയുന്നതാണോ മലയാളികളുടെ ദുഃഖ പ്രകടനമെന്നും സാക്ഷര കേരളത്തിന് അപമാനമാണ് ഇത്തരം കമന്റുകളെന്നും പിന്തുണയ്ക്കുന്നവർ കുറിച്ചു. വൻകിട ബിസിനസ് ഗ്രൂപ്പിന്റെ തലവനാർന്ന CJ റോയ് മലയാളികൾക്ക് സുപരിചിതനാണ്. സെന്റ് ജോസഫ് പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ബനാർഘട്ട റോഡിലെ നേച്ചർ കാസ്കേഡിലായിരുന്നു സംസ്കാരം നടന്നത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തതും. നിലവിൽ റോയിയുടെ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങിത്തുടങ്ങുകയാണ്. ആത്മഹത്യ ചെയ്യുവാൻ അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പുകൾ അദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുക്കുകയായിരുന്നു. ചില വൻകിട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ബിസിനസ് തിരിച്ചടികളെക്കുറിച്ചും ഡയറിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വൈകാരികമായ വരികളാണ് ആ ഡയറിയിലുള്ളത്. ജനുവരി 31 സഹോദരനെ ഫോണിൽ വിളിച്ചതുപോലും ജീവനൊടുക്കുവാനുള്ള ഉറച്ച തീരുമാനത്തിന് ശേഷമാണെന്നാണ് ഡയറി കുറിപ്പുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വിദേശത്ത് നടത്തിയ ചില ബിസിനസ് സംരംഭങ്ങളിൽ നിന്നുണ്ടായ കനത്ത സാമ്പത്തിക ആഘാതമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. തന്റെ അഭാവത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ആര് നയിക്കണമെന്ന കാര്യത്തിൽ പോലും റോയ് വ്യക്തമായ നിർദ്ദേശങ്ങൾ എഴുതിവച്ചിട്ടുണ്ട്. വർഷങ്ങളായി തന്നോടൊപ്പം നിൽക്കുന്ന നിക്ഷേപകരെ ചേർത്ത് പിടിക്കണമെന്നും അവരെ കൈവിടരുതെന്നും അദ്ദേഹം ഡയറിയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡും ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദവുമാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. എന്നാൽ പുതിയ കണ്ടെത്തലുകൾ പ്രകാരം സാമ്പത്തിക പ്രതിസന്ധികൾ അദ്ദേഹത്തെ നേരത്തെ തന്നെ അലട്ടിയിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. മരണ ദിവസം റോയി ഓഫീസിലെത്തിയ സമയം സംബന്ധിച്ച മൊഴികളിലെ അവ്യക്തത നീക്കുവാൻ കോൺഫിഡന്റ് ഗ്രൂപ്പ് MDയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. ഡോക്ടർ റോയിയുടെ ഡയറിയിലെ കൂടുതൽ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതോടെ മരണത്തിലേക്ക് നയിച്ച സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഡയറിയിൽ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണുള്ളത്. വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടുവെന്നാണ് ഡയറി കുറിപ്പിൽ റോയ് എഴുതിയിട്ടുള്ളത്. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഡയറിയിലുണ്ട്. പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും എഴുതിയ റോയ് കമ്പനി എങ്ങനെ നയിക്കണമെന്നും ഈ ഡയറിയിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരെ വഞ്ചിക്കരുതെന്നും ഈ ഡയറി കുറിപ്പിലുണ്ട്. 9 പേജുകളായി എഴുതിയിരിക്കുന്ന കുറിപ്പ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചു എന്നാണ് വിവരം. ഇതോടെ റോയ് ആത്മഹത്യ ചെയ്യുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായാണ് സംശയമേറുന്നത്. ജനുവരി 31 സഹോദരനെ വിളിച്ച് റോയ് സംസാരിച്ചത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമെന്നാണ് നിഗമനം. ആദായ നികുതി വകുപ്പിന്റെ നിരന്തരമായ ഇടപെടൽ റോയെ സമ്മർദ്ദത്തിലാഴ്ത്തിയിരുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുവാൻ വീണ്ടും വിളിപ്പിക്കും. കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസിൽ നടക്കവെയാണ് അദ്ദേഹത്തിന്റെ മരണം. തോക്കുപയോഗിച്ച് സ്വയം നെഞ്ചിലേക്ക് നിറയൊഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവനൊടുക്കിയത്. സംഭവത്തിലെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് റോയ് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചതായി സംശയമേറുന്നത്. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് അദ്ദേഹത്തെ ഏറെ സമ്മർദ്ദത്തിലാഴ്ത്തിയിരുന്നു. ഇതിനുശേഷമാണ് ജനുവരി 31 സഹോദരനെ ഫോണിൽ വിളിച്ചത് എന്ന് കർണാടകയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം എഴുതിയതെന്ന് കരുതുന്ന കുറിപ്പാണ് പോലീസിന് ലഭിച്ചത്. ഇത് SIT സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. വൈകാരികമായ ചില കാര്യങ്ങളൊക്കെ ഈ കുറിപ്പിലുണ്ട് എന്നാണ് സൂചന. കുടുംബാംഗങ്ങളുടെയും സ്ഥാപനത്തിലുള്ളവരുടെയും അടക്കം വിശദമായി മൊഴിയെടുക്കുന്നതോടെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. IT ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യും. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് റോയ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതേസമയം മരണത്തിന് തൊട്ടു മുൻപായി റോയും റെയ്ഡിനെത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥരും തമ്മിൽ വഴക്കോ തർക്കമോ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് നിഗമനം. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായതെന്നാണ് റിപ്പോർട്ടുകൾ. ആദായ നികുതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അടക്കം SIT ചോദ്യം ചെയ്യുന്നുണ്ട്.
റോയിയെ സമ്മർദ്ദത്തിൽ ആക്കിയിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ. മരണസമയത്ത് ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം വിട്ടു പോകരുതെന്ന് SIT നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോയിയുടെ മൊബൈൽ ഫോണുകളും പരിശോധിക്കുന്നു. മറ്റെവിടെ നിന്നെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ എന്നതടക്കമാണ് അന്വേഷിക്കുന്നത്. റോയിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ പ്രത്യേക അന്വേഷണ സംഘം ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അനുമതിയില്ലാതെ ബംഗളൂരു വിട്ടുപോകരുത് എന്നാണ് SIT നിർദ്ദേശം. ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുവാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. CJ റോയിയുടെ വിയോഗം കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് സഹോദരൻ CJ ബാബു വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലുള്ള എല്ലാ പ്രോജക്ടുകളും മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ പൂർത്തിയാക്കും. റോയിയുടെ മകൻ രോഹിത്തും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും ചേർന്നാകും ഇനി കോൺഫിഡന്റ് ഗ്രൂപ്പിനെ നയിക്കുക. റോയ്ക്ക് യാതൊരുവിധ കടബാധ്യതകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും മരണത്തിലെ ആശങ്കകൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് കുടുംബം പറഞ്ഞത്. കർണാടക പോലീസിന്റെ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തരാണെന്നും ബാബു അറിയിക്കുന്നുണ്ട്. റോയിയുടെ ഡയറി കുറിപ്പുകളിൽ ബിസിനസ് തകർച്ചയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഉള്ളത്. 9 പേജുകളായി എഴുതിയിരിക്കുന്ന ഈ കുറിപ്പുകൾ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചതോടെയാണ് മരണത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നത്. ബിസിനസ് പരാജയത്തെ തുടർന്നുള്ള മാനസിക വിഷമത്തിലായിരുന്നു അദ്ദേഹമെന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരമൊരു കടുത്ത തീരുമാനമെടുത്തതിൽ കുടുംബത്തോട് അദ്ദേഹം മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ താൻ പോയാലും തന്റെ കമ്പനിയെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവരെ ഒരു കാരണവശാലും വഞ്ചിക്കരുതെന്നും റോയ് പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. കാലങ്ങളായി കമ്പനിക്കൊപ്പം നിൽക്കുന്ന നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും അത് പുതിയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ആ കുറിപ്പിലുള്ളത്. തനിക്ക് പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും കമ്പനി ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കൃത്യമായ പദ്ധതിയും റോയ് എഴുതിവച്ചിട്ടുണ്ട്. തുടർന്നാണ് ഈ ജനുവരി 31 സഹോദരനെ വിളിച്ച് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണം ഉറപ്പിക്കുന്നുവെന്നത് അന്വേഷണ സംഘത്തിന്റെ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഡയറി കുറിപ്പിലെ വിവരങ്ങൾ സാമ്പത്തിക രേഖകളുമായി ഒത്തുനോക്കുന്നതോടെ മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. താൻ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണെന്നും ക്ഷമിക്കണമെന്നും പറയുന്ന വൈകാരികമായ കുറിപ്പിൽ വ്യക്തിപരവും തൊഴിൽപരവുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും വിവരങ്ങളുമാണുള്ളത്. അന്വേഷണ സംഘം കുറിപ്പുകളൊക്കെ പരിശോധിച്ചു വരികയാണ്. ഈ കുറിപ്പിലെ സാമ്പത്തിക ബിസിനസ് സംബന്ധമായ പരാമർശങ്ങൾ തുടർ അന്വേഷണങ്ങൾക്ക് സഹായമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ജനുവരി 30 CJ റോയ് ബംഗളൂരുവിലെ സ്വന്തം സ്ഥാപനത്തിൽ ജീവനൊടുക്കിയത്. 57-കാരനായ റോയ് ഓഫീസ് മുറിക്കുള്ളിൽ കയറി സ്വന്തം നെഞ്ചിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു. ഈ സമയം ഓഫീസിൽ ആദായ നികുതി ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ക്യാബിനിൽ ചില ഡോക്യുമെന്റുകൾ ഉണ്ടെന്നും അതെടുത്തു വരാമെന്നും ആദായ നികുതി ഉദ്യോഗസ്ഥരോട് പറഞ്ഞ റോയ് അകത്തേക്ക് പോവുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ വെടിയൊച്ചയാണ് കേട്ടത്. ആദായ നികുതി വകുപ്പിനെ സമ്മർദ്ദമാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഉയർന്ന ആരോപണം. എന്നാൽ ഇത് ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നുണ്ട്. CJ റോയെ ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. CCTV ദൃശ്യങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതായി കണ്ടെത്തിയിട്ടില്ലെന്നും റോയി മരിച്ച വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായില്ലെന്ന IT വകുപ്പിന്റെ വാദവും പോലീസ് ശരിവെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ ബനാർഘട്ട റോഡിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നാച്ചേഴ്സ് ലക്ഷറിയിലായിരുന്നു റോയുടെ സംസ്കാരം. റോയുടെ ആഗ്രഹപ്രകാരമാണ് സംസ്കാരം ഇവിടെ നടത്തിയത്. നിരവധി പേരായിരുന്നു റോയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായി ഇവിടേക്ക് എത്തിച്ചേർന്നത്.